ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നോക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏപ്രിൽ മാസം നടത്താൻ പോകുന്ന പരീക്ഷകളെ കുറിച്ചാണ്. 2020 ഏപ്രിൽ മാസം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ എക്സാമാണ് 5/4/2020 ഞായർ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം നടക്കുന്നത്. പിയൂൺ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1/2019 ഇതാണ് എക്സാം. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പിയൂൺ എക്സാം അത് ഏപ്രിൽ മാസമാണ് നടക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ സിലബസ് നോക്കാം. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ, OMR മൂല്യനിർണ്ണയം. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതാണ്. പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, പാർട്ട് 2 ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും, പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് 4 പ്രാദേശിക ഭാഷ, മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ, ഭാഷാ നൈപുണ്യം, വ്യാകരണം, അവതരണം, പാർട്ട് 5 അടിസ്ഥാന ശാസ്ത്രം, ഊർജ്ജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പാർട്ട് 6 ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള സിലബസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻപ് നടത്തിയ പരീക്ഷകളുടെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഈ ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഈ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേരള ദേവസ്വം ബോർഡ് എക്സാംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാം ലഭിക്കുന്നതായിരിക്കും. 100 മാർക്കിൻ്റെ എക്സാമാണ്. പരീക്ഷ സമയം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. ചോദ്യഭാഷ മലയാളത്തിലായിരിക്കും. 20/3/2020 മുതൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 20/3/2020 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. പ്രധാന വിഷയങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ ഈ തസ്തികയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ ഉണ്ടാക്കാം. കൂടാതെ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവുമില്ല. പിന്നെ എക്സാമിന് വരുമ്പോൾ ഒരു ഒറിജിനൽ ഐഡൻറ്റി കാർഡ് നിർബന്ധമാണ്. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള സിലബസാണ് നോക്കുന്നത്. തസ്തികയുടെ പേര് പിയൂൺ, ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം, പരീക്ഷാ രീതി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയുള്ള OMR മൂല്യനിർണ്ണയ പരീക്ഷ, ആകെ ചോദ്യങ്ങൾ 100, ആകെ മാർക്ക് 100, പരീക്ഷാ സമയം 1 മണിക്കൂർ 15 മിനിറ്റ്, ചോദ്യഭാഷ മലയാളമായിരിക്കും. പിയൂൺ തസ്തികയിലേക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയിൽ മാതൃഭാഷ കന്നഡ, തമിഴ് എന്ന് അവകാശപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർ ആവശ്യപ്പെടുന്ന പക്ഷം പ്രാദേശിക ഭാഷ, ജനറൽ ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ ഒഴികെ സിലബസിലെ മറ്റ് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത ചോദ്യപേപ്പർ നൽകുന്നതാണ്. പ്രാദേശിക ഭാഷയിലെ മലയാളം, തമിഴ്, കന്നഡ, വ്യാകരണം, ഭാഷാ നൈപുണ്യം എന്നിവ ബന്ധപ്പെട്ട ഭാഷകളിലേതായിരിക്കും. ഇനി ഇതിൻ്റെ സിലബസ് നോക്കാം. പ്രധാന വിഷയങ്ങൾ ഇതെല്ലാമാണ്. പൊതുവിജ്ഞാനവും ആനുകാലികവും, ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, അടിസ്ഥാന ശാസ്ത്രം, ഊർജ്ജതന്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം, ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള സിലബസാണ് നോക്കുന്നത്. പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, ആകെ 40 ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നത്, 40 മാർക്കും. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര, സാങ്കേതിക, കായിക, കലാ, വിനോദ, സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ, പ്രമുഖ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ, സാമൂഹ്യ, സാമ്പത്തിക, വ്യാവസായിക, വിവരവിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും. സ്റ്റോർ റൂം ഗാർഡിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടാണ്. അതിലെ ക്വസ്റ്റ്യങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് പഠിക്കുന്നവർ കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുന്നത് നല്ലതായിരിക്കും. കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ്,
ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം. കൈവരിച്ച നേട്ടങ്ങൾ. അർജുന അവാർഡ് ജേതാക്കൾ. 2019 പ്രധാന കായിക മത്സരങ്ങൾ. ജേതാക്കൾ. ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ. അവരുടെ രചനകൾ. കഥാപാത്രങ്ങൾ, തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ. അവാർഡ് ജേതാക്കൾ. കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ. സാരഥികൾ. ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം. ലക്ഷ്യവും പ്രയോജനവും. ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഘടന, സാരഥികൾ. കൈവരിച്ച നേട്ടങ്ങൾ. സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ. ഉദ്ദേശ ലക്ഷ്യങ്ങൾ. സംസ്ഥാന കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ, പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, ചിപ്കോ, സൈലന്റ് വാലി പ്രസ്ഥാനങ്ങൾ, നർമ്മദ ബച്ചാവോ ആന്തോളൻ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകൾ. ഇന്ത്യൻ ഭരണഘടന. ആമുഖം. മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ, സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. സാമൂഹ്യ നീതി ദിനം. പ്രാധാന്യവും പ്രസക്തിയും. വിയന്ന പ്രഖ്യാപനം. കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ, ദളിത് മുന്നേറ്റങ്ങൾ, സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ, 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം, UN മനുഷ്യാവകാശ കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, സാമൂഹ്യ നീതിക്കായി പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ. ആഗോളതാപനം. ഓസോൺ പാളിയുടെ ശോഷണം. കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻഹൗസ് ഗ്യാസസ്, ഗ്രീൻഹൗസ് ഇഫക്റ്റ്. റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ്. ട്രാഫിക് നിയമ ലംഘനങ്ങൾ, ട്രാഫിക് നിയമം നടപ്പിലാക്കൽ, അധികാരികൾ, റോഡ് സുരക്ഷാ ദിനാചരണം, പ്രാധാന്യവും പ്രസക്തിയും. 2019 മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതി ബിൽ. പ്രധാന ഭേദഗതികളും ട്രാഫിക് നിയമ ലംഘനത്തിലുള്ള പിഴകളും. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, സസ്യജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം. പ്രകൃതി ദുരന്തങ്ങൾ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ. പ്രാചീന കേരളം, മധ്യകാല കേരളം, അടിസ്ഥാന വിവരങ്ങൾ. ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം, പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ചൻ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല, പുരോഗതി. സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഐക്യ കേരളം, സംസ്ഥാന രൂപീകരണം. അപ്പോൾ ഇത്രയുമാണ് പാർട്ട് 1 വരുന്ന 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. പാർട്ട് 2 ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും. ആകെ ചോദ്യങ്ങൾ 10. അംശബന്ധവും അനുപാതവും. 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേർ അനുപാതം, വിപരീത അനുപാതം. ശ്രേണികൾ. ഗണിത ശ്രേണികൾ. ശതമാനം, പലിശ, സാധാരണ പലിശ, കൂട്ടുപലിശ. ശരാശരി. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ. ലാഭവും നഷ്ടവും ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ. ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും.
വൃത്തം, ത്രികോണം, ചതുരം. സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ. ദിശാബോധം, കലണ്ടറും തീയതിയും. അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷര അനുക്രമങ്ങൾ. സാധ്യതകളുടെ ഗണിതം. 10 മാർക്കിൻ്റെ കണക്കിലെ ഭാഗങ്ങളാണിത്. ഇനി അടുത്ത് പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രഹെൻഷൻ, സിമ്പിൾ പാസേജ് ഫോളോഡ് ബൈ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് 4 ആൻസർ ഓപ്ഷൻസ്, ടെസ്റ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, വൊക്കാബുലറി, ആൻറ്റോണിംസ്, സിനോണിംസ്, ചേഞ്ചിങ് ഓഫ് ജെൻഡർ, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്. പിന്നെ ഗ്രാമർ ഭാഗത്ത് ടെൻസ്, കറക്റ്റ് യൂസ്, കോമൺ എറേഴ്സ് ഇൻ യൂസിങ് ടെൻസ്, കോൺകോഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ്, പ്രപ്പോസിഷൻ, പാസീവ് വിശേഷൻ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടിംഗ്, റിപ്പോർട്ടർ സ്പീച്ച്, ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, മോഡൽ ഓക്സിലറീസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, എറർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സ്പെല്ലിംഗ്, adjectives, direct and indirect speech, commonly used phrasal verb and idioms. പിന്നെ പാർട്ട് 4 പ്രാദേശിക ഭാഷ, മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. ആകെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളും 10 ചോദ്യങ്ങളും. വ്യാകരണം, ഭാഷാ നൈപുണ്യം. ഈ ഭാഗത്ത് വരുന്നത് വാക്യത്തിൻ്റെ അന്വയം, പൊരുത്തം, വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കാനും മെച്ചപ്പെടുത്താനുള്ള ശേഷി. ലിംഗം, പുരുഷൻ, വിഭക്തി, കാരകം, വചനം, നാമപദങ്ങളുടെ സ്വരൂപം, നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ, അവ മൂല്യമുണ്ടാക്കുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ. കാലം, പ്രകാരം, അനുപ്രയോഗം, ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ, ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ, വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ. വിശേഷണം, വിശേഷണപദങ്ങൾ, അവയുടെ ധർമ്മം, പ്രയോഗം തുടങ്ങിയവയുള്ള ധാരണ. പദനിഷാപതനം, വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷാപതനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുള്ള ശേഷി. ശൈലി, ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ അവ പ്രയോഗിക്കാനുള്ള ശേഷി. പാർട്ട് 5 ബേസിക് സയൻസ് ആണ് വരുന്നത്. ആദ്യം ഊർജാന്തരം. ആകെ 5 ചോദ്യങ്ങൾ. അളവുകളും യൂണിറ്റുകളും, അടിസ്ഥാന അളവുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ, വ്യുൽപ്പന്ന യൂണിറ്റുകൾ. യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. ചലനവും ചലന നിയമങ്ങളും. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം. ജഡത്വം, ആക്കം. വൈദ്യോർജം, വൈദ്യുത പ്രവാഹത്തിൻ്റെ താപോഫലം, പ്രകാശഫലം. വൈദ്യുത കാന്തിക പ്രേരണം, വൈദ്യുതി ഉൽപ്പാദനവും വിതരണവും. ഗ്രഹവൈദ്യുതീകരണം, വൈദ്യുതാഘാതം, മുൻകരുതലുകൾ. വിവിധ ഊർജ്ജ സ്രോതസ്സുകൾ, വിവിധതരം ഇന്ധനങ്ങൾ, ഇന്ധനക്ഷമത, കലോറി മൂല്യം. സൗരോർജം, സൗരോർജത്തിൽ നിന്നും വൈദ്യുതിയും താപോർജവും. ഹരിതോർജം, ബ്രൗൺ ഊർജം, ഊർജ പ്രതിസന്ധി. പാർട്ട് 5 സെക്കൻഡ് ഭാഗം രസതന്ത്രമാണ്. ആകെ 5 ചോദ്യങ്ങൾ. വിവിധ ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ. മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ജലം, ലായനികൾ. പാർട്ട് 5 3-ാം ഭാഗം ജീവശാസ്ത്രം. ആകെ 5 ചോദ്യങ്ങളും 5 മാർക്കും. ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും, പോഷണതലങ്ങൾ, ജീവി ബന്ധങ്ങൾ, ജൈവവൈവിധ്യം, ശോഷണവും സംരക്ഷണവും, പരിസ്ഥിതി മലിനീകരണം, മണ്ണ്, വായു, ജലം, പ്രകാശ സംശ്ലേഷണം, മനുഷ്യശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ, ധർമ്മവും പ്രാധാന്യവും, പോഷകാഹാരം, പോഷക അപര്യാപ്തത രോഗങ്ങൾ, സമീകൃത ആഹാരം, വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. പിന്നെ പാർട്ട് 6 ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ. 15 ക്വസ്റ്റ്യനും 15 മാർക്കുണ്ട്. ശ്രദ്ധിക്കണം. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അവയുടെ സാമൂഹ്യ പ്രസക്തിയും പ്രാധാന്യവും. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, പ്രത്യേകതകൾ, സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ.
അവയുടെ സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ, ഹൈന്ദവ ആചാര്യന്മാർ, തത്വചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം, ആവിർഭാവം, ഭക്തിപ്രസ്ഥാന നായകർ, അവരുടെ ആധ്യാത്മിക രചനകൾ, വിവിധ ദേവസ്വം ബോർഡുകൾ, ആവിർഭാവം, നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ആവിർഭാവം, കടമകളും ഉത്തരവാദിത്തങ്ങളും, ഭരണശ്രേണി ക്രമീകരണവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിയൂൺ എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.